പതിവായി പ്രവർത്തനം മുടങ്ങുന്ന മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി AIYF രംഗത്തെത്തി. നിലവിൽ ഒരു ബർണർ മാത്രമാണ് ശ്മശാനത്തിലുള്ളത്. രണ്ടാമത് ബർണർ സ്ഥാപിക്കുന്നതിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയുണ്ടായിട്ടില്ല. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് AIYF മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അറ്റകുറ്റപ്പണികൾക്കായി ഇടവിട്ട ദിവസങ്ങളിൽ ശ്മശാനം അടച്ചിടുന്ന സാഹചര്യം വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് AIYF രംഗത്തെത്തിയത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം CPI സംസ്ഥാന കൗൺസിൽ അംഗം N. അരുൺ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിൽ ഇടത് ഭരണകൂടമാണ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഭരിച്ചതെങ്കിൽ ആ ഭരണകൂടം, ആ മുനിസിപ്പൽ ഭരണസമിതി 25 ലക്ഷം രൂപ മൂവാറ്റുപുഴയിലെ ക്രിമിറ്റേറിയത്തിന് വേണ്ടി, അതിന്റെ നവീകരണത്തിന് വേണ്ടി വകയിരുത്തിയിട്ടാണ് ഭരണം അവസാനിപ്പിച്ചതെങ്കിൽ പിന്നീട് വന്ന ഭരണസമിതി ആ തുക എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഗൗരവത്തോടുകൂടി മൂവാറ്റുപുഴയിലെ ഓരോ ജനാധിപത്യ മനസ്സുകളും ഈ ഭരണകൂടത്തോട് നമുക്ക് അറിയാൻ സാധിക്കും. 2020-25 ഭരണത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ മൂവാറ്റുപുഴയിലുള്ളത്. നമുക്കറിയാം മൂവാറ്റുപുഴയിലെ എത്ര സാധാരണക്കാർ ഇവിടെ കടന്നു വന്നുകൊണ്ട് സംസ്കാരത്തിന് വേണ്ടിയുള്ള അനുമതി ആവശ്യപ്പെട്ട് കടന്നു വന്നിട്ട് യാതൊരു രീതിയിലുള്ള അനുകൂല നടപടിയും ഉണ്ടാകാതെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി സംസ്കരിക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും അലയുന്ന മൂവാറ്റുപുഴക്കാരെ പല ഘട്ടങ്ങളിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇത് മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം, മൂവാറ്റുപുഴയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല. 2019 ശ്മശാനത്തിന്റെ രണ്ടാമത്തെ ബർണർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി നഗരസഭാ ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് വന്ന ഭരണസമിതി രണ്ടാമത്തെ ബർണർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ല. AIYF മണ്ഡലം പ്രസിഡന്റ് ഫൗസിയ അലി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി സൈജൽ പാലിയത്ത്, AISF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോവിന്ദ്, AISF മണ്ഡലം സെക്രട്ടറി നന്ദന, CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ, ടൗൺ സെക്രട്ടറി KP അലികുഞ്ഞ്, നഗരസഭാ കൗൺസിലർ സജി, ജോർജ് വെട്ടിക്കുഴി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.